നിർധന കുടുംബത്തിന് KSEB നൽകിയത് ഭീമമായ ബില്ല്. പതിവായി വരുന്ന തുകയേക്കാൾ പല മടങ്ങ് കൂടുതലായി വന്ന ബില്ല് അടയ്ക്കാൻ കഴിയാതെ നട്ടം തിരിയുകയാണ് വീട്ടുകാർ. വലിയ തുക വരാനുണ്ടായ കാരണവും വ്യക്തമല്ല. കോതമംഗലത്ത് വിധവയും നിർധനയുമായ വീട്ടമ്മയ്ക്ക് KSEBയുടെ വക ഇരുട്ടടി. സാധാരണയായി ലഭിക്കുന്ന വൈദ്യുതി ബില്ലിന് പകരം ഇത്തവണ ലഭിച്ചത് 8340 രൂപയുടെ ബില്ല്. പല്ലാരിമംഗലം കുടമണ്ട സ്വദേശിനിയായ ഫാത്തിമ സാജിദിനാണ് ഭീമമായ വൈദ്യുതി ബിൽ കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 5 മാസമായി. എനിക്ക് വീട് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊച്ചുങ്ങളെ കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്നില്ല വഴിമുട്ടിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ബില്ല് വരുന്നത്. അതുകൊണ്ട് SCPക്കാരെ എന്തെങ്കിലും ആനുകൂല്യമായിട്ട് വാർഡ് മെമ്പറും ഞാനും കൂടി ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ആനുകൂല്യമായി കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം 720 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട്ടിൽ താമസിക്കുന്ന ഫാത്തിമയ്ക്ക് പതിവായി 1000 രൂപയിൽ താഴെയാണ് വൈദ്യുതി ബില്ല് ലഭിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ 8340 രൂപയുടെ ബില്ല് ലഭിച്ചതോടെ കുടുംബം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 5 മാസം മുമ്പാണ് ഫാത്തിമയുടെ ഭർത്താവ് മരണപ്പെട്ടത്. 4 ചെറിയ കുഞ്ഞുങ്ങളോടൊപ്പം കഴിയുന്ന ഇവർക്ക് മക്കളുടെ പ്രായം കുറവായതിനാൽ ജോലിക്ക് പോകുവാനും സാധിക്കുന്നില്ല. നിലവിൽ നാട്ടുകാരുടെ സഹായത്തോടെയാണ് കുടുംബത്തിന്റെ ദൈനംദിന ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് ഫാത്തിമ മീഡിയ 60യോട് പറഞ്ഞു. കറണ്ട് ബില്ല് ഒരു 800, 840 അങ്ങനെയൊക്കെ വരാറുള്ളൂ. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അങ്ങനെ അതൊന്നുമില്ല. അത്രയൊക്കെ സാധാ വീട്ടിലുള്ള ഒരു ഫാനും ഇതൊക്കെ ബൾബും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവർ പറഞ്ഞു എർത്തായി പോകണമെന്നാണ് അവർ പറയുന്നത്. എർത്തായി പോകണമെന്നാണ് പറഞ്ഞത്. ഇതുവരെ ആയിട്ട് അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല. ഈ ഒരു പ്രാവശ്യമാണ് ഇത്രയും ബില്ല് വരാൻ കാരണം വന്നത്. അവർ വന്ന് നോക്കി പറഞ്ഞു വീട്ടിൻ്റെ അകത്ത് യാതൊരു കുഴപ്പമില്ല, ഇടി വെട്ടിയിട്ടാകുമ്പോൾ മീറ്ററിൽ വല്ല സംഭവിച്ചതായിരിക്കും എന്നാണ് അവരെ മറുപടി. ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് കുടുംബം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ ബാങ്ക് വായ്പയും വീടിന്റെ ലോൺ തിരിച്ചടവും സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് വലിയ തുകയുള്ള വൈദ്യുതി ബില്ല് ലഭിച്ചത്. മീറ്ററിൽ എന്തെങ്കിലും തകരാറോ കണക്കുകൂട്ടലിൽ പിഴവോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അയൽവാസിയായ മുഹമ്മദ് CM പറഞ്ഞു. എൻ്റെ അയൽവാസിയായ പരേതനായ സാജിദിൻ്റെ വീടാണ് ഈ കാണുന്നത്. സാജിദ് കഴിഞ്ഞ മാസമാണ് മരണപ്പെട്ടത്. സാജിദിൻ്റെ വീട്ടിലേക്ക് കഴിഞ്ഞ വർഷം KSEBയുടെ ബില്ല് വരുന്നത് 1430 രൂപയാണ്. പക്ഷേ ഈ മാസം വന്നേക്കുന്നത് 8430 രൂപ. അപ്പോൾ തീർത്തും നിർദ്ധനരായ ഒരു കുടുംബമാണ്. ആകെ 6 സെൻറ്റ് സ്ഥലവും 700 സ്ക്വയർ ഫീറ്റ് വീടുമാണുള്ളത്. ഇവരെ സംബന്ധിച്ചോളം ഇത് അടയ്ക്കുക എന്നുള്ളത്, ബില്ലടയ്ക്കുക എന്നുള്ളത് യാതൊരു നിർവാഹമില്ല. അവർക്ക് സാധാരണ ജനങ്ങൾ മറ്റുള്ള നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടെയാണ്. പിന്നെ ഈ സാജിദിൻ്റെ ഭാര്യയുടെ കൂലിപ്പണി കൊണ്ടൊക്കെയാണ് ഈ കുടുംബം നടന്നു പോകുന്നത്. 4 മക്കളുള്ള കുഞ്ഞു മക്കളുള്ള 4 മക്കളുള്ള കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇവരെ കൊണ്ട് ബില്ലടയ്ക്കുക എന്നതാണ് ഇവരെ കൊണ്ട് അപ്രാപ്യമാണ്. അപ്പോൾ ഈ വിവരം KSEBയിലെ മീറ്റർ റീഡർ വന്നപ്പോൾ മീറ്റർ റീഡർ പറഞ്ഞത് ഇത് യാതൊരു കാരണവശാലും നിങ്ങൾക്ക് അടയ്ക്കാതിരിക്കാൻ കഴിയില്ല, നിങ്ങൾ അടച്ചേ കഴിയൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ KSEBയുടെ ഈ മീറ്ററിൻ്റെ റീഡിങ് സംബന്ധിച്ച തകരാറാണോ എന്ന് സംശയമുണ്ട്. ഏതായാലും ഇത് ഇവരെ കൊണ്ട് അടയ്ക്കുക, ബില്ല് പേ ചെയ്യുക എന്നുള്ള ഇവരെ കൊണ്ട് നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. ഇക്കാര്യത്തിൽ KSEBയുടെ ഭാഗത്തുനിന്ന് ഒരു നീതിയുക്തമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പതിവിനേക്കാൾ നിരവധി മടങ്ങ് കൂടുതലായി വന്ന ബിൽ അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതരുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. അവർ വന്ന് ചെക്ക് ചെയ്തായിരുന്നു. ഞാൻ വിളിച്ചുകൊണ്ടെന്ന് വന്നെല്ലാം മൊത്തം ചെക്ക് ചെയ്തു. വീട്ടിലെ അതൊരു കുഴപ്പമില്ലാന്ന് അവർ പറഞ്ഞത്. അവരൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇത്രയും എന്നെ കൊണ്ട് സാധിക്കില്ല. ഈ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഞാനും എൻ്റെ മക്കളും ജീവിക്കണത്. ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് KSEBക്കാർ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യമാക്കി തരണമെന്ന് വിചാരിക്കും. കുഞ്ഞു കൊച്ചായ കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റില്ല. 4 മക്കളെയും വിദ്യാഭ്യാസം, പഠനം ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നു. പഞ്ചായത്ത് മെമ്പർ പറ്റുന്ന രീതിയിൽ സഹായിക്കുന്നുണ്ട്. എന്താവശ്യത്തിനും എല്ലാം ഓടിച്ചെന്ന് എത്തുന്നുണ്ട്. എല്ലാ ആനുകൂല്യമായി എനിക്ക് കിട്ടാനുള്ളതൊക്കെ എനിക്ക് വാങ്ങിച്ചു തരുന്നുണ്ട്. പിന്നെ നാട്ടുകാരും അവരാണ് ഏറ്റവും എനിക്ക് സഹകരണമായിട്ട് ഇപ്പോൾ ഉള്ളൂ.
ഇനി വേറെ ഞാൻ കൂട്ടുകുടുംബം അങ്ങനെ ആരും സ്വന്തക്കാരൊന്നും ഇല്ല. ഇവരാണ് എൻ്റെ സ്വന്തങ്ങൾ ഒക്കെ ഉള്ളത്. അവരാണ് എൻ്റെ മക്കളെയും എന്നെയും നോക്കണത്. മീഡിയ 16 ന്യൂസ് കോതമംഗലം.